الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نجعل له عينين ولسانا وشفتين وهديناه النجدين. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചറപ്പിൻ്റെ വിധിവിലക്ക് ജീവിതത്തിലെമ്പാടും എപ്പോഴും പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണക്കടലായ പടച്ചറപ്പ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളും അളവറ്റ കാരുണ്യവും സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൻ്റെ അഖില നിഖില മേഖലകളിലും ഓർമ്മകൾ പുതുക്കി അവർക്ക് അല്ലാഹു അനുവദിച്ചു തന്ന ആയുസ്സിൻ്റെ സമയത്തിൻ്റെ ബലത്തിൻ്റെ നിദാനത്തിനും അടിസ്ഥാനത്തിലും നമ്മുടെ ജീവിതം ആശ്വാസ്യകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പഠിക്കാനും ഓർക്കാനും ചിന്തിക്കാനും അല്ലാഹു തരുന്ന ബുദ്ധിയും വിവേകവും ഉപയോഗപ്പെടുത്തുകയും വിജയം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായി മാറുന്നു. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ മസ്ജിദിൽ അവിടെ നിന്നിങ്ങനെ ഇരിക്കുമ്പോൾ സഹാബികളൊക്കെ കൂടെ ഇരിക്കുന്നുണ്ട്. അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മണിമുത്ത് ഉതിർന്ന് വീഴുന്ന പോലെയുള്ള മനോഹരമായ ശബ്ദവും മാധുരിയും വാക്കുകളും അവരുടെ ഹൃദയത്തിലേക്ക് അവർ ആവാഹിക്കുന്നുണ്ട്. ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രവാചകൻ അവർക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സിൽ പെട്ടെന്ന് പ്രവാചകൻ അവരോട് പറയുന്നൊരു വാക്കുണ്ട്, യത്വലിഉ അലൈക്കും അല്ലാൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇപ്പോൾ ഒരാൾ ഇവിടെ പ്രത്യക്ഷപ്പെടും. ആ പ്രത്യക്ഷപ്പെടുന്നയാൾ റജുലുൻ, അയാളൊരു മനുഷ്യനാണ്, മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗ്ഗക്കാരനാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത ഒരാൾ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വരും, വലിയ താല്പര്യവും ആകാംക്ഷയുമായി. അപ്പോഴാണ് ഒരൻസ്വാരിയായ സഹാബി ഇങ്ങനെ വന്നു. അവരാ സഹാബിയുടെ ചുറ്റും കൂടി പറഞ്ഞു, നിങ്ങളെപ്പറ്റി പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന അമൽ ഞങ്ങൾക്കും ചെയ്യണം. ആഗ്രഹവും പ്രതീക്ഷയുമാണ്, സ്വർഗത്തോടുള്ള മോഹമാണ്. ഒന്നിച്ചൊരു സംഘത്തിൽ ഒരാളെ മാത്രം അംഗീകരിച്ചു എന്നതിൻ്റെ പേരിൽ അവരുടെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള കുശുമ്പോ കുരുഷ്ടോ ഉണ്ടായിട്ടില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ വരുന്നവരല്ലേ, എന്തേ ഇപ്പോൾ ഒരാളോട് മാത്രം സ്വർഗം എന്ന് പറയും, അങ്ങനെയൊന്നും അവർ ചിന്തിച്ചില്ല. അത് ചിന്തിക്കാൻ അവർക്കാകുമായിരുന്നില്ല. കാരണം ഇത് നബിയുടെ സ്വന്തം ഇഷ്ടമല്ല. വഹയിന്റെ നിദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്.
ഈ സ്വഹാബിയുടെ ചുറ്റും അവർ കൂടി, നിങ്ങൾ എന്ത് നന്മ ചെയ്യും, നിങ്ങൾ ചെയ്യുന്ന ഞങ്ങൾക്കും ചെയ്യണം, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ കടക്കാൻ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഭീകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് ശങ്കയായി, സംശയമായി. അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല, ഞങ്ങളോടൊന്നും പറയാത്തൊരു കാര്യം പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ആ മനുഷ്യനറിയാതെ ചില അൻസാരികളായ സഹാബിമാർ അദ്ദേഹത്തെ നിരീക്ഷിച്ചു. വീട്ടിലും പുറത്തൊക്കെ അദ്ദേഹം പ്രത്യേകമായിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ, പുണ്യമായ വല്ല അമലുകളും ചെയ്യുന്നുണ്ടോ? 3 ദിവസം നോക്കിയിട്ടും അവർ നിരാശരാണ്, ഒന്നും കിട്ടിയില്ല. പക്ഷെ ഈ വാക്കപ്പളും അവിടെ കിടക്കുകയാണ്. ഇപ്പൊ വരുന്നയാൾ സ്വർഗാവകാശിയാണ്. അവസാനം അവർ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ചെല്ലും. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിച്ചു, പ്രത്യേകമായിട്ട് ഒരു അമലും നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ആ രഹസ്യം നിങ്ങളൊന്ന് ഞങ്ങളോട് പങ്കുവെക്കുമോ? അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തിലാണ്. അതുകൊണ്ട് അതിങ്ങനെ ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയാൻ തുടങ്ങി, മാ ഗിബ്തു അഹദാ, ഇന്നേ വരെ ഒരാളെയും ഞാൻ കുറച്ചു പറഞ്ഞിട്ടില്ല, എന്റെ നാവ് കൊണ്ട് ഒരാളെ പറ്റിയും ഞാൻ ആക്ഷേപിച്ചു പറഞ്ഞിട്ടില്ല, ദുഷിച്ചു പറഞ്ഞിട്ടില്ല. വലിയൊരു അത്ഭുതമായിട്ടാണ് അത് പിന്നീട് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. പടച്ചോൻ തന്ന വലിയ അനുഗ്രഹത്തിന്റെ പേരാണ് നാവ് എന്ന് പറയുന്നത്. കണ്ണ് അനുഗ്രഹമാണ്, ചെവി അനുഗ്രഹമാണ്, നമ്മുടെ അവയവങ്ങൾ അനുഗ്രഹമാണ്, നമ്മുടെ കൈകാലുകൾ അനുഗ്രഹമാണ്. നമുക്ക് കിട്ടിയ ഈ ആരോഗ്യം അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. പടച്ചോൻ നമുക്ക് തന്ന സമ്പത്തും അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ നാവ് പോലെ ഒരു അത്ഭുതം, ഏറ്റവും ചെറിയ അവയവമാണ്, പക്ഷെ അതുകൊണ്ട് സ്വർഗം ഉണ്ടാക്കാൻ പറ്റും, അതുകൊണ്ട് നരകം ഉണ്ടാക്കാൻ പറ്റും, കുടുംബം കലഹം ഉണ്ടാക്കാൻ പറ്റും, ബന്ധങ്ങൾ തകർക്കാൻ പറ്റും, ആളുകൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയും, പ്രതീക്ഷ കൊടുക്കാൻ കഴിയും, ആളുകളെ തീർത്താൽ തീരാത്ത കണ്ണീരിലും ദുഃഖത്തിലും ആക്കാനും കഴിയും. അല്ലാത്തൊരു അത്ഭുതകരമായ അല്ലാഹ് തന്നൊരു പ്രതിഭാസമാണിത്. ബന്ധങ്ങൾ എത്രയോ തകർന്നു പോകുന്നു. മാതാവിനോട് പറയാൻ പറ്റാത്ത വാക്ക് പറഞ്ഞത് ഈ നാവ് കൊണ്ട്, ഭാര്യയോട് പറയാൻ പറ്റാത്തത്, ഭർത്താവിനോട് പറയാൻ പറ്റാത്തത്, വാത്സല്യനിധിയായ പിതാവിന് അനിഷ്ടകരമായ വാക്കുകൾ, സ്നേഹഭാചനങ്ങളായ മക്കളെ മുറിപ്പെടുത്തുന്ന പദപ്രയോഗങ്ങൾ, ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ മുറിവുണ്ടാക്കുക. അറബ് കവിയുടെ മനോഹരമായൊരു ഭാവനുണ്ട്, ലിസാനുൽ ഫത്താ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി വഇക ഇൻ തറാ മിൻ സ്വാമിതിൽ ലക മുഅ്ജിബി സിയാദതുഹു ഔ നഖ്സുഹു ഫിത് തകല്ലുമി. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? അയാളുടെ നേർപാതി അയാളുടെ നാവാണ്. ലിസാനുൽ ഫത്താ നിസ്ഫുൻ, ഒരു മനുഷ്യന്റെ പാതി അയാളുടെ നാവാണ്. വനിസ്ഫുൻ ഫുആദു, അയാളുടെ പാതി അയാളുടെ ഹൃദയവുമാണ്. ഒരു മനുഷ്യന്റെ പകുതി അയാളുടെ നാവും, പകുതി അയാളുടെ ഹൃദയവുമാണ്. വലം യബ്ഖ ഇല്ല, ഇനി ഇത് ഒരാൾക്കില്ലെങ്കിൽ, ഈ നാവും ഹൃദയം ഒരാൾക്കില്ലെങ്കിൽ പിന്നെ അയാൾ എന്താ? സൂറത്തുൽ ലഹ്മി വദ്ദമി, കുറെ രക്തവും മാംസം കൂടിയ ഒരു രൂപമല്ലാതെ മറ്റെന്താണ്? എത്ര മനുഷ്യന്മാരെ നമ്മൾ കാണുന്നു. അവര് മൗനമായിരിക്കുമ്പോ നമുക്ക് അത്ഭുതമാണ്. ഉജ്ജ്വല വ്യക്തിത്വം എന്ന് കരുതി ഭൂതിയോടെ അവരെ മുഖത്തിങ്ങനെ നമ്മൾ നോക്കുന്നുണ്ടാകണം. പക്ഷേ അവര് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് സിയാദത്ത്, അയാളുടെ മേന്മ, അയാളുടെ നന്മ അറിയുന്നത് അയാളുടെ നാവിന്റെ തുമ്പത്ത് നിന്നാണ്. അയാളുടെ പ്രൗഢിയും പ്രതാപവും അന്തസ്സും വ്യക്തിത്വവും സൽ സ്വഭാവവും സംസ്കാരവും എല്ലാം നിഴലിച്ചത് അയാളുടെ നാവിന്റെ തുമ്പത്ത്. മറുവശോ തന്നെയല്ലേ നഖ്സു, അയാളുടെ ന്യൂനത അറിയുന്നത് നാവുമെന്ന. ചില ആളുകളുടെ നാവൊന്നും ഇങ്ങോട്ട് വാക്ക് വന്നാൽ അറിയാം അയാളുടെ സംസ്കാരം, അയാളുടെ സ്വഭാവം. അയാളെ പിന്നെ എന്തിനു പറ്റും? അവനായിരിക്കായിരുന്നു ഭേദെന്നപ്പോ തോന്നിപ്പോകും. ഇയാളൊന്ന് മിണ്ടാതിരുന്നെങ്കിൽ, ഇയാളെപ്പറ്റി നല്ല വിചാരവുമായിട്ട് എനിക്ക് നടന്നകന്ന് പോകാമായിരുന്നു. മനുഷ്യന്റെ നാവ് വലിയൊരു അത്ഭുതമാണ്. അറബ് കവിയുടെ ഭാവന ചെറുതല്ല. ഖുർആൻ പറയാണ് റഹ്മാൻ, റഹ്മാനാണ് റബ്ബ്, പരമകാരുണികനാണ് റബ്ബ്. അല്ലമൽ ഖുർആൻ,
അവൻ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നവനാണ്. ഖലഖൽ ഇൻസാൻ, അവനാണ് മനുഷ്യനെ പടച്ചത്. അല്ലമഹുൽ ബയാൻ, അവന് സംസാരിക്കാനുള്ള വൈഭവം കൊടുത്തതും അല്ലാഹുവാണ്. അല്ലമഹു, അല്ലാഹ് അവനെ പഠിപ്പിച്ചു. അൽ ബയാൻ, വിശദമായിട്ട് പറയാൻ പറ്റുമോ? ബയാന് കൊടുത്തു അല്ലാഹു. ഖുർആൻ പറയാണ്. അതുകൊണ്ട് നാവ് നല്ല രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ പുണ്യനബി അതുകൊണ്ടാ പറഞ്ഞത്, നാവിന് വളരെ കനം കുറഞ്ഞ 2 പദങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നാവിന് മാത്രം അത് കനം കുറവാണ്, പക്ഷേ നാളെ പരലോകത്ത് നിങ്ങളെ തുലാസിൽ അത് വല്ലാത്ത കനമാണ്. നാവിനാണെങ്കിലോ വളരെ വളരെ കനം കുറവാണ്. എന്നാൽ അല്ലാഹുവിനാണെങ്കിലോ ആ 2 വാക്ക് പെരുത്ത് ഇഷ്ടവുമാണ്. സഹീഹ് ബുഖാരിയിൽ വന്ന ഹദീസ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് കനം കുറഞ്ഞ 2 പദങ്ങളാണ്. സഖീലത്താനി അലൽ മീസാൻ, അത് തുലാസിൽ കനം വല്ലാതെ കൂടുന്നതാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, അത് അല്ലാഹു പെരുത്ത് ഇഷ്ടപ്പെടുന്ന 2 വചനങ്ങളാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അതിന്റെ മഹത്വം പറയണം. അല്ലാഹുവിനെ പുകഴ്ത്തുന്ന വചനമാണ്. അല്ലാഹുവിന്റെ സ്തോത്ര കീർത്തനങ്ങൾ നടത്തുന്ന വചനമാണ് ഈ 2 വരി, ഈ 2 വചനം. അത് നിങ്ങളെ നാവിനത്ത് എളുപ്പമാണ്, പക്ഷേ നാളെ പരലോകത്ത് കനം തൂങ്ങും നിങ്ങളെ നന്മയുടെ തുലാസ്. വിചാരണയുടെ നേരത്ത് ആ തുലാസ് കനം തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നത് കാണുന്ന ഒരു വിശ്വാസിയുടെ നെഞ്ചകത്തിലെ ആഹ്ലാദവും ആവേശവും എത്രമേൽ ഹൃദ്യമാണ്. പടച്ചോൻ ആ കൂട്ടത്തിൽ പെടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുതെ രംഗൊന്നിങ്ങനെ ആലോചിച്ചു, തുലാസ് ഇങ്ങനെ വെച്ച് അതിൽ നന്മയുടെ ഭാഗം ഇങ്ങനെ കനം തൂങ്ങി ഇങ്ങനെ വരുന്നത് കാണുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു വിളിയാളം മുഴങ്ങുന്നുണ്ട്. റബ്ബേ, ഇതൊക്കെ ദുനിയാവിൽ ഞാൻ ചെയ്തു വെച്ച പ്രവൃത്തിയുടെ ഫലമാണ്. അതുകൊണ്ട് നാവ് ശ്രദ്ധിക്കുക. നാവ് അനുഗ്രഹമാണ്, നാവ് തന്നെ നിഗ്രഹമാണ്. ചില ആളുകൾ വായ തുറന്നതുകൊണ്ടാണ് അവന്റെ ജീവിതം തന്നെ വഴിമുട്ടിയത്. കാരണം അവന്റെ തൊള്ളിയിൽ നിന്നുള്ള അടുത്ത വാക്ക് കേൾക്കാൻ കഴിയില്ല. ചിലപ്പോൾ അത് തെറിയായിരിക്കാം, ചിലപ്പോൾ അത് ആക്ഷേപമായിരിക്കാം, ചിലപ്പോൾ അതൊരു ഒരു സമൂഹത്തിന്റെ തകർച്ചയായിരിക്കാം, ചിലപ്പോൾ അതൊരു മഹല്ലത്തിനെ നേർപാതി വെട്ടിമുറിക്കുന്നതാകാം, ചിലപ്പോൾ അതൊരു പവിത്രമായ ബന്ധത്തിന്റെ ഹൃദയത്തിൽ കുത്തുന്ന ആഴത്തിലുള്ള കഠാരിയായിരിക്കാം. നാവ് ജാഗ്രത പാലിക്കേണ്ട ഒരു സംഗതി. അല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, മാ യൽഫിളു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്കും നിങ്ങൾ പറയുന്നില്ല, അതിനെ നിരീക്ഷകനായ ഒരു മലക്ക് അതിനെ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. അതിങ്ങനെ നിരീക്ഷിച്ചിരിക്കുക മലക്ക്. അതാ മലക്ക് ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്, ഒന്നും വിട്ടുപോകാതെ എല്ലാം മലക്ക് രേഖപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ആലോചിച്ചോ, ഇത്ര വലുതാണ് ഈ നാവ് എന്നുള്ളത്. ഭാര്യ ഭർത്താവിനോട് ശകാരം പറഞ്ഞത് ഈ നാവ് കൊണ്ട്, തിരിച്ചു അങ്ങനെ തന്നെ. പിന്നെ ആ കുടുംബത്തിന് എന്തർത്ഥം? മാന്യമായി ഉപയോഗിക്കേണ്ട പദങ്ങൾ ഉണ്ടാകാം, വിഷയങ്ങൾ മാന്യമായി പറയേണ്ട രീതികൾ ഉണ്ടാകാം. മനുഷ്യന് വിഷമം പ്രയാസമൊക്കെ ഉണ്ടാവും ജീവിതത്തില്, അത് പറയേണ്ട ഒരു രീതി ഉണ്ടാകാം. ആക്ഷേപിച്ച് സംസാരം, കുത്തിയുള്ള സംസാരം, താഴ്ത്തിക്കെട്ടിയുള്ള സംസാരം, താരതമ്യം ചെയ്തുള്ള സംസാരം ഒക്കെ അപകടം ചെയ്യും. നിങ്ങളമാതിരി ഒരു ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അയാൾ നോക്കി നിങ്ങൾ എന്താണ് അയാളൊരു ഉഷാറ്, തിരിച്ചു അങ്ങനെ തന്നെ. അവിടെ ആ ഇവന്റെ ഭാര്യ ഒരിക്കലും ഇന്നാളെ മകൻ അടിപൊളിയാണ്, ഓന്റെ മാതിരിയാ പഠിക്കണം. ഒരിക്കലും അല്ലാഹു ഒരാളെ പോലെ അയാളെ മാത്രമേ ആക്കിയിട്ടുള്ളൂ. അതാണ് ഈ വ്യക്തിത്വം എന്ന് പറയുന്നത്, അതാണ് ഈ ഖുസൂസിയത്ത് എന്ന് പറയുന്നത്. അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് പറ്റണം. അയാളെപ്പോലെ അയാളേ ഉള്ളൂ ലോകത്ത്. അയാളുടെ ശബ്ദം അയാൾക്ക് മാത്രം, അയാളുടെ വിരൽത്തുമ്പുകൾ അയാൾക്ക് മാത്രം, അയാളുടെ DNA അയാൾക്ക് മാത്രം, അയാളുടെ രക്തം അയാൾക്ക് മാത്രം, അയാളുടെ സ്വഭാവവും സംസ്കാരവും അയാളുടേതാണ്. ആ രീതിയിൽ തന്നെ കാണണം. താരതമ്യം ചെയ്യുന്ന അപകടങ്ങൾ എത്ര വലുതാണ്. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു. നിങ്ങളെ സഹോദരനെ അവന്റെ ന്യൂനത പറയുന്നത് അല്ലാഹ് പറയാണ്, നിങ്ങൾക്ക് പച്ച ഇറച്ചി തിന്നുന്നത് ഇഷ്ടമാണോ? ഗുജറാത്ത് സൂറത്തിൽ പറയുന്നുണ്ട്,
പച്ചിറച്ചി തന്നെ ഇഷ്ടമാണോ? അതിഷ്ടല്ലല്ലേ? ഇപ്പൊ കരിത്തുമോ, അത് നിങ്ങൾക്ക് വെറുപ്പാണല്ലേ? സമാനമാണ് നിങ്ങളുടെ സഹോദരന്റെ പച്ചമാംസം തിന്നുന്നതിന് സമാനമാണ്. അവന്റെ ന്യൂനത പറയാ, അവന്റെ കുറ്റം പറയാ, അഭാവത്തിൽ കുറ്റം പറയരുത് എന്നാണ്. ഒരാളോട് ഉണർത്തി കൊടുക്കാണ്ടെങ്കിൽ അത് സ്നേഹത്തിൽ ഉണർത്തി കൊടുക്കണം. ആൾക്കാരെ അടിയിൽ വെച്ചിട്ട് ഒരാളെ മാനം കെടുത്തരുത്. ജനങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ്. അയാളെ ഒരു ഒത്ത് ശരിയല്ല. ഒത്ത് ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യണം? അയാളെ സ്വകാര്യമായിട്ട് പറയാളോട്, നിങ്ങളെ ഓത്തിൽ ഇന്നെ തകരാറുകൾ, അതൊന്ന് ശ്രദ്ധിച്ചാൽ തിരക്കെടുക്കും. സന്തോഷമായി, അയാൾക്കും സന്തോഷമായി, മറ്റാൾക്കും സന്തോഷമായി. നേരെ മറിച്ച് ആൾക്കാരടിയിൽ നിങ്ങൾ ഓത്തിൽ മഹ്റജാക പ്രശ്നമാണ്. നിങ്ങൾ വന്നിട്ട് എന്താ, അയാളുടെ ഒരു വ്യക്തിത്വമുണ്ട്. ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള എനിക്ക് പറയാണ്. അറിയാതെ നമ്മൾ പറയുന്ന, നമ്മൾ നല്ല ഉദ്ദേശം കൊണ്ടാകാം, സൂക്ഷ്മത കൊണ്ടാകാം, തഖ്വ കൊണ്ടാകാം. പക്ഷേ മറ്റവന്റെ ഹൃദയത്തിൽ ഏറ്റവും ഒരു മുറിപ്പാടുണ്ട്. അത് മായ്ച്ചാ മായൂല. വാള് കൊണ്ട് വെട്ടിയ മുറി മായും, നാവിന്റെ മുറി മായൂല. അതവിടെ ഇങ്ങനെ കിടക്കുക, അത് പോണില്ല. അത് കാലങ്ങൾ എത്ര കഴിഞ്ഞു, ഋതുക്കൾ എത്ര വന്നു, രാവെത്ര വന്നു, പകലെത്ര വന്നു, സൂര്യോദയം എത്ര തവണ സംഭവിച്ചു, സൂര്യാസ്തമയം എത്ര തവണ സംഭവിച്ചു, കലണ്ടറുകൾ എത്ര തവണ മാറ്റിയിട്ടു, യുഗങ്ങളും യുഗാന്തരങ്ങളും കടന്നുപോയി. കാലത്തിന്റെ അത്ഭുതകരമായ യാത്രക്കിടയിൽ ജീവിതത്തിന്റെ വൈവിധ്യമേറിയ ഘട്ടങ്ങൾ കടന്നുപോയി. പക്ഷേ ഇതിങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കുക, മറക്കാനാകുന്നില്ല. നേരത്തെ അയാൾ പറഞ്ഞ വാക്ക് അതൊരു ഷോക്കായിപ്പോയി. തകർന്നുപോയി ജീവിതം, തളർന്നുപോയി ജീവിതം. പിന്നെ ഉയർത്തെഴുന്നേൽക്കാൻ സാധിച്ചില്ല. എല്ലാ പ്രതീക്ഷയും അതോടുകൂടി കൂമ്പടങ്ങി. അതുകൊണ്ടാണ് ഒരാളെ പറ്റി പറയുമ്പോൾ അയാളുടെ അഭാവത്തിൽ ഒരിക്കലും അയാളെ കുറ്റം പറയരുത്. അയാളുടെ ന്യൂനതകൾ അയാളോട് സ്നേഹബുദ്ധിയ തിരുത്തി കൊടുക്കാം. അയാളുടെ മാന്യത അടക്കം കാത്ത്. ഇതിന്റെ എത്ര വിശാലമായ നിയമമാണ്. അതുകൊണ്ടല്ലേ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന വലിയ കനതൂങ്ങണ ദുആയാണത്. നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥന നടത്തുക, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ മുമ്പിൽ അയാളില്ല, എവിടെയോ അയാൾ. പക്ഷെ അയാളെ മനസ്സിൽ കരുതി നിങ്ങൾ ഇങ്ങനെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ദഅവത്തുൽ മർഇൽ മുസ്ലിം ലി അഖീഹി, ഒരു മുസ്ലിം തന്റെ സഹോദരന് നടത്തുന്ന ദുആ, അത് ബിളഹിരിൽ ഗൈബ്, അയാളുടെ അസാന്നിധ്യത്തിൽ, അത് മുസ്തജാബത്തുൻ, അത് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. ആ പ്രാർത്ഥിക്കുന്ന നേരത്തെ ഇൻദ റഅ്സിഹി, അയാളുടെ തലയുടെ അടുത്തുണ്ട് മലക്കുൻ മുവക്കലുൻ, നിയോഗിതനായ ഒരു മലക്ക്, ഈ വിഷയം ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക്. കുല്ലമാ ദഅ ലി അഖീഹി ബിഖൈർ, തന്റെ സഹോദരന് നന്മ കൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി, ആ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ആമീൻ, അല്ലാഹുവേ ഇത് നീ സ്വീകരിക്കണമേ. അത് മാത്രല്ല, പിന്നെ ആ മലക്ക് പറയുന്നൊരു വാക്ക്, വലക മിസ്ലക, നിനക്കും ഇതുപോലെയുള്ള പ്രതിഫലമുണ്ട് കേട്ടോ. മുസ്ലിമിന്റെ ഹദീസാണ്. ഏതോ ഒരു സഹോദരന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാണ്, അയാൾ അറിയുന്നില്ല, അയാൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. അയാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നൊരു നേരം മലക്ക് പറയുന്നു ആമീൻ. അതോടൊപ്പം മലക്ക് പറയുന്നു, ആ നന്മകൾ നിനക്കും സഹോദര ഉണ്ടാകട്ടെ. അതെന്താണ് ഈ ഒരു മനുഷ്യന്റെ അന്തസ്, അഭിമാനം, വ്യക്തിത്വം? അള്ളാഹു തന്ന നാവ്. അതാണ് അള്ളാഹ് പറഞ്ഞ അലം നജഅൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് രണ്ട് കണ്ണ് തന്നില്ലേ? ഓതി വെച്ചായതാണ്. വലിസാനൻ, നാവ് തന്നില്ലേ? വശഫതൈൻ, രണ്ട് ചുണ്ട് തന്നില്ലേ? വഹദൈനാഹു നജ്ദൈൻ, തെളിഞ്ഞു നിൽക്കുന്ന രണ്ട് വഴികളും നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? ഒന്ന് തെറ്റിന്റെ വഴി, ഒന്ന് നന്മയുടെ വഴി. ഇവിടെ തെളിഞ്ഞു നിൽക്കുക, നിങ്ങൾക്ക് നന്മയുടെ വഴി തിരഞ്ഞെടുക്കാം. അത് നിങ്ങൾക്ക് അള്ളാഹ് കാട്ടി തന്നില്ലേ? ഈ കണ്ണുകൊണ്ട് കണ്ടൂടെ? നാവ് കൊണ്ട് നല്ല വർത്തമാനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ, രണ്ട് ചുണ്ടും. ഭാഷയുടെ ഒരു വല്ലാത്തൊരു അത്ഭുതമാണ്. ലിസാനിന് ഭാഷ എന്ന് മലയാള അർത്ഥം പറയാം, നാവിന് പറയാം. ശഫത്ത് രണ്ട് ചുണ്ടാണ്. രണ്ട് ചുണ്ടിന്റെ സഹായത്തോടു കൂടിയാണ് പല അക്ഷരങ്ങളും പുറത്തേക്ക്. അതുകൊണ്ടാണ് ഒരു കുട്ടി ലോകത്ത് ആദ്യം പറയുന്ന അക്ഷരം മ എന്ന് പറയുന്നത്. ഉമ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്.
പിന്നെ കുട്ടി പറയുന്ന അക്ഷരം ബ എന്നാണ്. പിതാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 2 വിളക്കുമാടങ്ങൾ ജീവിതത്തിന്റെ സുഹൃതങ്ങളായിട്ട് അള്ളാഹു അനുഗ്രഹമായിട്ട് ഇങ്ങനെ നമുക്കായി പണിത് വെച്ചതുപോലെ ഈ നാവ് വർത്താനം മാത്രമല്ല, മനുഷ്യന്റെ വിശപ്പിന്റെ ആശ്വാസമായിട്ട് അവൻ ഭക്ഷണം കഴിക്കുമ്പോ അതിന്റെ രുചി മുകുളങ്ങൾ അത് തരുന്നത് നാവാണ്. അത് നഷ്ടപ്പെട്ടാനുള്ള അവസ്ഥ എന്താ? ആളുകൾ പറയാറുണ്ട് രുചിയില്ല, അതിന് രുചിയില്ല, പിന്നെ അയാളധികം ഭക്ഷണം കഴിക്കില്ല, പിന്നെ അതോട് താല്പര്യമില്ലാതെ എത്രയോ മനുഷ്യന്മാർ. അവിടെ കൃത്യമായിട്ട് പറയണല്ല വലിസാനം വശഫതൈ, നിങ്ങൾക്ക് നാവ് തന്നു, നിങ്ങൾക്ക് 2 ചുണ്ടും തന്നു. എത്ര മനോഹരമായിട്ടാണ് അത് പറയുന്നത്. അതുകൊണ്ട് നാവിനെ ജാഗ്രതയോട് സൂക്ഷിക്കുക. സ്വർഗത്തെ പറ്റി പറഞ്ഞു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞൊരു വാക്കാ, മൻ യളമൻ ലീ മാ ബൈന ലിഹ്യൈ. നിങ്ങളെ താടിയെല്ലിന്റെ അടിയിലുള്ള ഒരു അവയവമുണ്ടല്ലോ നിങ്ങളെ നാവ്, അത് ഞാൻ പറയുന്നത് പോലെ ഉപയോഗിക്കൂ. എനിക്കൊരു ഗ്യാരണ്ടി തരണം, ഒരു ലമാൻ എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി. അള്ളമാനു ലഹു അൽ ജന്ന, നിങ്ങൾക്ക് ആ സ്വർഗം ഗ്യാരണ്ടി പറയും. അത്ര പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. വെറുതെ അങ്ങനെ ആലോചിച്ചു എന്തൊക്കെ ആളുകളെ പറഞ്ഞതിങ്ങനെ വെറുതെ ഇങ്ങനെ അല്ലെ, എല്ലാം നമ്മൾ മറക്കും. തമാശയായിട്ട് പറഞ്ഞത് മറക്കും, കോപിച്ച് പറഞ്ഞത് മറക്കും. ഇതൊക്കെ അള്ളാന്റെ റെക്കോർഡിലുണ്ട്. നാളെ പരലോകത്ത് വള്ളി പുള്ളി വിടാതെ ഇങ്ങോട്ട് തരുമ്പോഴാണ് കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഒന്ന് വായിക്കും, ഇത് മാത്രം മതി, വേറൊന്നും വേണ്ട. അപ്പോൾ അയാൾ അന്തം വിട്ട് പറയത്രേ, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. റബ്ബേ, ഇതെന്തൊരു പുസ്തകമാണ്, ചെറുതും വലുതുമായ എല്ലാം ഇതിലുണ്ട്, ഇതിൽ നിന്നൊന്നും ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ നാഥ എന്ന് അന്ന് മനുഷ്യൻ വിലാപം കൊള്ളുമെന്നാണ്. അതുകൊണ്ടാണ് നാവിന് ഉപയോഗിക്കുക. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളുള്ള പെരുമാറ്റമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് നിങ്ങളെ നാവ് ഉപയോഗിക്കുമ്പോൾ പറഞ്ഞു, ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ. ഉഫ് എന്നൊരു വാക്ക് നിങ്ങൾ അമ്മാനോടും പാപ്പാനോടും പറയരുത്. അതിന്റെ വ്യാഖ്യാനം അത്ഭുതം തോന്നിപ്പോകും. അവർക്ക് ഇഷ്ടമില്ലാത്ത വാക്ക്, അവർക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് അത് നിങ്ങൾ പറയരുത്. അല്ല പറഞ്ഞതാ നമ്മളോട്. ലോകം പടച്ച റബ്ബ്, നമ്മൾ ആരാധിക്കുന്ന റബ്ബ്, 5 നേരം നമ്മൾ നിസ്കരിക്കുന്ന റബ്ബ്, പരിശുദ്ധ കഅബാലയത്തിന്റെ നാഥൻ, ആകാശഭൂമികളുടെ നാഥൻ. ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ. നിങ്ങൾ അവരോട് ഉഫ്ഫിന്ന് പറയരുതേ. എത്ര നല്ല ഉപദേശം നോക്കും. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹ്, അല്ലാഹുവിൽ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫൽയഖുൽ ഖൈറാ, നല്ല വാക്ക് മാത്രം പറയാം. ഇനി ഓന് തോന്നുകയാണ് ഞാൻ എന്തേലും പറഞ്ഞാൽ അത് വിത്തരവും തോന്നുകയാണെങ്കിൽ മിണ്ടാതെ. അങ്ങനെ ഉണ്ടാവില്ല ചില ആളുകൾ, ഞാൻ ഒന്നും പറയില്ല, പറഞ്ഞത് അബദ്ധമാവും. ഈ അബദ്ധങ്ങൾ മാത്രം നാവിലൂടെ വരുന്ന ചില ദൗർഭാഗ്യവാന്മാരുണ്ടാകാം. ഒരു മൗനം പാലിക്കുക, എത്ര മനോഹരാണ്. ഔലിയസ്മുത്ത്, നീ മിണ്ടാതിരുന്നോ. മകനെ ഉപദേശിക്കുന്നുണ്ട് ആ വാപ്പ, കുറെ കാര്യം പറയുന്നുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാം പുണ്യ മകനോട്, പ്രിയപ്പെട്ട മകനോട്, യാ ബുനയ്യ, എന്റെ കരളിന്റെ കരളായ മോനെ എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന കൂട്ടത്തില് കുറെ പറഞ്ഞിട്ട് പിന്നെ ഒരു വാക്ക് പറയും, നോക്കൂ, വഗ്ളുദ് മിൻ സൗതിക്, എന്റെ ശബ്ദത്തെ നീ അടക്കണം എന്റെ പൊന്നു മോനെ. മാന്യായിട്ട് സംസാരിക്കണം എന്നാണ് വാപ്പ മകനോട് പറഞ്ഞു കൊടുക്കുന്നത്. ജീവിതത്തിന്റെ മുറ്റത്ത് നീ പലയിടത്തും പോകാനുള്ളവരാണ്, പലരോടും മൊഴിയാനുള്ളവനാണ്. അതുകൊണ്ട് നീ നിന്റെ നാവ് കൊണ്ട് വളരെ മാന്യമായി സംസാരിക്കണം, മിതത്വത്തോടെ സംസാരിക്കണം. അതുകൊണ്ടാണ് ഒരു ദിനം ഈ നാവ് നിശ്ചലമാകും. അത് നമ്മൾക്ക് ഓർക്കത നല്ലതാണ്, ഉണ്ടാൻ പറ്റില്ലല്ലോ. രോഗിയായി കിടക്കുന്ന ചില രോഗികളില്ലേ, അവർക്ക് പറയാൻ ഒരുപാടുണ്ട്, അവർക്കൊന്നും മിണ്ടാൻ പറ്റണില്ല. എല്ലാം അവരറിയുന്നുണ്ട്. വരുന്നവരും പോകുന്നവരും അവരെ കുറിച്ചുള്ള പദപ്രയോഗങ്ങൾ കേട്ടിട്ട് അവര് ഞെട്ടുന്നുണ്ട്. റബ്ബേ, എന്റെ മകനാണോ ആ പറയുന്നത്? എനിക്ക് ബോധമില്ലെന്ന് കരുതിയിട്ടായിരിക്കണം അവരത് പറയുന്നത്. ആർക്ക് വേണ്ടിയാണ് ജീവിതത്തിന്റെ രാവ് പകലുകൾ ഒഴിഞ്ഞു തീർത്തത്? ആ മകളുടെ വർത്തമാനം കേട്ടിട്ട്
തിരിച്ചൊന്ന് മൊഴിയാനാവാതെ തളർന്നു കിടക്കുന്ന എത്ര പിതാക്കന്മാർ, അവരെ നാവ് ചലിക്കുന്നില്ല. അങ്ങനത്തെ അസുഖങ്ങൾ ഒക്കെ ലോകത്തിന് പാഠം, നമുക്ക് പാഠം. മരിക്കാവുമ്പോ പിന്നെ എല്ലാം നിശ്ചലാവും, സംസാരമൊക്കെ തീരും, ഇനി വർത്താനില്ല, ഇനി മുണ്ടാൻ കഴിയില്ല. അതുകൊണ്ട് ജാഗ്രത പാലിക്കാൻ നാവ്. മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് വരുന്നുണ്ട്, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗത്തിലെത്തണം, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, ഒന്നും വിട്ടുപോകരുത്. റസൂൽ പറഞ്ഞു, 5 നേരം നിസ്കരിക്കണം. പിന്നെയും ചോദിച്ചു, ഇനിയോ? നിനക്ക് സാധിക്കുമെങ്കിൽ നീ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കണം. പിന്നെയോ, നീ കഴിവല്ല തരുമ്പോ നീ സക്കാത്ത് കൊടുക്കണം. റമദാന് വരുമ്പോൾ നീ നോമ്പ് നോൽക്കണം. അങ്ങനെ ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചങ്ങനെ തിരിച്ചു പോവുകയാണ്. റെഡി, ഞാൻ തയ്യാർ എന്ന് പറയാം. പോണ പോക്കിൽ തിരിച്ചിങ്ങോട്ട് വിളിക്കുക, ഇവിടെ വാദം. അലാ ഉഖ്ബിറുക, ഒരു കാര്യം കൂടി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ സഅദേ, നീ ചെയ്ത നന്മകളൊക്കെ തടുക്കുന്ന ഒരു സംഗതിയുണ്ട് നിന്റെ ശരീരത്തിൽ, അത് നിന്റെ നാവാണ്. അള്ളാന്റെ റസൂല് മുആദിന്റെ നാവും അങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഈ നാവ് നീ ചെയ്ത എല്ലാ നന്മകളും തകർക്കും, അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം മുആദേ എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നാവിന്റെ ഒരു സവിശേഷത ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനനുസൃതമായിട്ട് ജീവിക്കാൻ കരുത്ത്, ക്ഷമ, ഈമാൻ എല്ലാം തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.